Dear students, അപ്പോൾ സയൻസ് കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ 7th ഗ്രൂപ്പിലുള്ള ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സിലബസ് പ്രകാരമുള്ള ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സയൻസും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഷാൽ വി സ്റ്റാർട്ട്? So the first topic is science and its importance. Science helps us understand the world around us. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സയൻസ് ആണ്. എന്താണ് നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുന്നത്, ഡേ, ലൈറ്റ്, അതേപോലെ വോൾക്കാനോ എറപ്ഷൻസ്, എർത്ത് ക്വേക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് സയൻസ് ആണ്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ഒബ്സർവേഷൻ, എക്സ്പ്ലോറേഷൻ ആൻഡ് ഡിസ്കവറി. നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം കാണുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ ഇൻവെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് അറിയുന്നില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യണം. എന്താണ് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഒബ്സർവ് ചെയ്യണം. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് എക്സ്പ്ലോറേഷൻ. അതിനെക്കുറിച്ച് കൂടുതൽ ആളുകളോട് നമ്മൾ ചോദിച്ചറിയണം. നമ്മുടെ പാരന്റ്സ്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് എവരിതിങ്. നമുക്ക് കിട്ടാവുന്ന സോഴ്സുകളെ കുറിച്ചിട്ട് നമ്മളത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടത്. ആൻഡ് ദ തേർഡ് തിങ് ഈസ് ഡിസ്കവറി. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ അത് ഡിസ്കവർ ചെയ്തിട്ട് ഒരു ഫൈനൽ ഡെസിഷനിൽ എത്താൻ അല്ലെങ്കിൽ ഒരു നോളജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. സോ ഇറ്റ് ഇൻവോൾവ്സ് സയൻസ് which involves observation, exploration and discovery. And third point, science has made life more comfortable with inventions and advancement in technology, medicine and daily life. എങ്ങനെയാണ് സയൻസ് ഹാസ് മെയ്ഡ് ലൈഫ് മോർ കംഫർട്ടബിൾ? എങ്ങനെയാണ് ലൈഫിൽ സയൻസ് നമ്മൾ കംഫർട്ടബിൾ ആക്കുന്നത്? ആദ്യകാലത്ത് ഉണ്ടായിരുന്ന നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, കുക്കിംഗ് സ്റ്റൈലുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആലോചിച്ച് നോക്കുക. ടയർ എന്ന് പറയുന്ന ഒരു ഇൻവെൻഷൻ വന്നിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇന്ന് എന്താ പറയുക, വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു ഇൻവെൻഷൻ വരുമോ? അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തിരുന്ന രീതി ആലോചിച്ച് നോക്കുക. ഇങ്ങനെ കല്ലപ്പോഴത്തെ തീ ഉണ്ടാക്കിയിട്ടൊക്കെയായിരുന്നു കുക്ക് ചെയ്തിരുന്നത്. അതൊക്കെ മാറുമ്പോൾ മിക്സി, ഗ്രൈൻഡർ, അതുപോലെ തന്നെ നമ്മൾ ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ വാഷിംഗ് മെഷീൻ, എല്ലാത്തിനും നമുക്ക് സയൻസിന്റെ പുതിയ പുതിയ ഇൻവെൻഷൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ലൈഫിൽ കംഫർട്ടബിൾ ആക്കിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് അഡ്വാൻസ്മെന്റ് ഇൻ ടെക്നോളജി, മെഡിസിൻ. ഇങ്ങനെ ടെക്നോളജി എത്രത്തോളം വളർന്നു എന്നുള്ളതാലേക്ക് നമ്മുടെ ഇന്റർനെറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ നമുക്ക് ഫോണിൽ വിളിക്കണം. ഇപ്പൊ നമുക്ക് മറ്റൊരാളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പോയി സംസാരിക്കേണ്ട ആവശ്യമില്ല. പണ്ട് നമ്മൾ എങ്ങനെ ഒരാൾ മീറ്റ് ചെയ്തിരുന്നത് കത്തയച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കാലം കാത്തിരുന്നതൊക്കെ ആയിരുന്നു. ഇപ്പം നമുക്ക് ജസ്റ്റ് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ സയൻസിന്റെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ വളർച്ചയാണ്. ആൻഡ് മെഡിസിനൽ ലൈഫ്, നമ്മുടെ ഡെയിലി ലൈഫിൽ മെഡിസിനൽ വാല്യൂസ് ഒക്കെ ആദ്യകാലത്ത് നമുക്ക് വളരെ എന്താ പറയുക മൈന്യൂട്ടായിട്ട് അല്ലെങ്കിൽ വളരെ തുച്ഛമായ രീതിയിൽ മെഡിസിനൽ വാല്യൂസ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതൊക്കെ മാറിയിട്ട് നമുക്ക് എല്ലാ രോഗങ്ങൾക്കും ഒരുവിധം എല്ലാ ഡിസീസസിനും നമ്മുടെ കയ്യിൽ മരുന്നുണ്ട്. ഈവൻ കൊറോണ വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സഫർ ചെയ്ത് വന്നിട്ടുണ്ട്. അതിനുള്ള വാക്സിൻസ് നമ്മൾ ഇൻവെന്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഇന്ത്യ പോലും അതിനുള്ള വാക്സിൻ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അതൊക്കെ സയൻസിന്റെ ഇംപ്രൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ സയൻസിന്റെ ഗ്രോത്ത് ആണ്. സോ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ എല്ലാം എന്ത്, നമ്മൾ ഓരോ ആൾക്കാരും എല്ലാ കാര്യങ്ങളും എന്തിനാ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ രാത്രി തുറന്നൊക്കെ അല്ലെങ്കിൽ നേരം വിളിച്ച് എണീക്കുന്നത് തൊട്ടിട്ട് ആ ഒരു ദിവസം എന്ത് ചെയ്യുന്നത് വരെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഗോത്രൂ ചെയ്യുന്നത് സയൻസിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് പറഞ്ഞു സയൻസിനെ കുറിച്ച് നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളാണ് സയൻസിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, there are living things and non-living things. And what is living thing and what is non-living thing? What are the difference between them? എന്താണ് ലിവിംഗ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഒരു ലിവിംഗ് തിങ് എന്ന് പറയുമ്പോൾ ഒരു ചെടി, ഒരു പ്ലാന്റ് നമ്മൾ എടുത്ത് നോക്കുക, അതൊരു ലിവിംഗ് തിങ് ആണ്, നോൺ ലിവിംഗ് തിങ് ആണ്. ആൻഡ് വാട്ട് ആർ ദ ക്രൈറ്റീരിയാസ് ഓഫ് ദാറ്റ്? ഒരു ചെടി, ആ ഒരു ചെടിക്ക് എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? ആ ഒരു ചെടി, നമ്മളൊരു ചെടി ഒരു വിത്തിട്ട സമയത്ത് ഒരു വിത്തിട്ട് നമ്മൾ കുറിച്ച് മൂടി കഴിയും. പിന്നെ അത് നമ്മൾ എത്ര കാലം കഴിഞ്ഞ് പോയി നോക്കിയാലും അത് അതിന്റെ ഉള്ളിൽ തന്നെയാണ്. അല്ല, അതെന്താ ഡേ ബൈ ഡേ അതെന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. സോ അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ലിവിംഗ് തിങ്സിനുള്ള ഒരു ക്യാരക്ടേഴ്സ് ആണ് ഇതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? ഗ്രോത്ത്. ആൻഡ് ദേ ഹാവ് മൂവ്മെന്റ്സ്. എന്തായാലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, ഒരു ചെടി നമ്മൾ കൊണ്ടുവച്ചു ഒരു റൂമിനുള്ളിൽ വെച്ചിട്ട് ജസ്റ്റ് 2 ചെടി വെക്കുക. ഒന്ന് റൂമിനുള്ളിൽ വെച്ച് നമ്മൾ ജനലൊക്കെ അടച്ചിട്ട് വെക്കാം. ആൻഡ് ഒന്ന് നമ്മൾ കുറച്ചൊരു സൂര്യപ്രകാശം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവച്ച് നോക്കാം. ഈ 2 ചെടിക്കും എന്ത് സംഭവിക്കും എന്ന് നോക്കാം. നമ്മൾ ആ ഒരു സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടുള്ള ചെടി എന്ത് ചെയ്യും? ആ ഒരു സൺലൈറ്റിന് ആ ഒരു സൈഡിലേക്ക് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതെന്താണ്? മൂവ്മെന്റ് ഉണ്ട്. അല്ലെങ്കിൽ ചെടി വളരുന്നുണ്ട്, അതിനെന്ത് ചെയ്യുന്നുണ്ട്? വളർന്നതിന്റെ ഇല കൊഴിയുന്നുണ്ട്, അതിന് ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട്, സീഡ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് there are lots of movements in that. So the second point is movement. Living things have movement. And the third thing, അതിന് എന്തുണ്ടാവും? റെസ്പോൺസ് ഉണ്ടാവും. ഒരു റെസ്പോൺസ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പട്ടിക്കുട്ടി, പൂച്ചക്കുട്ടീനൊക്കെ നമ്മൾ ജസ്റ്റ് കല്ലെടുത്ത് തരുന്ന സമയത്ത് അതിങ്ങനെ ഒരു റെസ്പോൺസ് ഇല്ലാതെ ഉണ്ടാക്കിയിരിക്കും. ഇല്ല, നമ്മൾ അതെന്തെയും ഒന്നുകിൽ നമ്മൾ തിരിച്ച് അതേപോലെ കാര്യം, അല്ലെങ്കിൽ എന്തെയും അത് അവിടെ ഓടിപ്പോകും. അതെന്താണ്? അതിനെ റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതൊരു പോയിന്റ് ഇസ് റെസ്പോൺസ്. And the fourth point is reproduction. Living things and എന്ത് ചെയ്യാൻ പറ്റും?
റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിന്റെ ബെറ്റർ വൺ അല്ലെങ്കിൽ യങ് വൺസിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു പ്ലാന്റ്, നമ്മുടെ വീട്ടിലൊരു എന്താ പറയുക മാംഗോ ട്രീ ഉണ്ട്, അതിൽ കുറെ മാങ്ങകൾ ഉണ്ടായി ഒക്കെ താഴെ വീണ് കഴിഞ്ഞാൽ അതിന്റെ സീഡ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അടുത്ത ജനറേഷൻ ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു വിത്ത് മുളച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും അത് പുതിയ സീഡായിട്ട് മാറുന്നുണ്ട്. ആൻഡ് നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സിനെ നോക്കുക, ഇപ്പം ക്യാറ്റ് ആയാലും ഡോഗ് ആയാലും ഒക്കെ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരെ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ആസ് യൂഷ്വൽ നമ്മുടെ ഹ്യൂമൻ ബീങ്സിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓഫ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ലിവിംഗ് തിങ്സിന്റെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ദ പോയിന്റ് അല്ലെങ്കിൽ ദ പെക്യുലാരിറ്റീസ് ഓഫ് ലിവിംഗ് തിങ്സ് ആർ ഗ്രോത്ത്, മൂവ്മെന്റ്, റെസ്പോൺസ് ആൻഡ് റീപ്രൊഡക്ഷൻ. ഇതാണ് നോൺ ലിവിംഗ് തിങ്സ്. ഈ ബോർഡ്, നമ്മളെ ഈ ഒരു വൈറ്റ് ബോർഡ്, ഇതിനിപ്പോൾ ജീവനുണ്ടോ? ഞാൻ ജസ്റ്റ് ഇതിനെ എന്തെങ്കിലും ഒന്ന് ചെയ്തു, ഒന്ന് അടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ അതിനെ തിരിച്ചെന്തെങ്കിലും അറ്റാക്ക് ചെയ്യോ? ഇല്ല. സോ ദിസ് ഇസ് എ നോൺ ലിവിംഗ് തിങ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ മാർക്കർ ഞാൻ ഇത് താഴെ തിരിച്ചു അങ്ങനെ തല്ലോ? ഇല്ല. സോ ദിസ് ഓൾസോ എ നോൺ ലിവിംഗ് തിങ്. അപ്പൊ നോൺ ലിവിംഗ് തിങ്സിന്റെ പെക്യുലാരിറ്റീസ് എന്താ, അല്ലെങ്കിൽ അതിന്റെ ഈ കോൺസെപ്റ്റ് ഞാൻ നോക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലിവിംഗ് തിങ്സിന് എന്തൊക്കെയുണ്ടോ അതിന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഓൾവേസ് നോൺ ലിവിംഗ് തിങ്സ്. ഇപ്പം ഇതിനെ നമുക്ക് ഇവിടെ തന്നെ അങ്ങോട്ട് പോകുന്ന പറഞ്ഞിട്ട് പോകാൻ കഴിയും? ഇല്ല. So they have no movements. Non-living things have no movements. And the second point, ഇപ്പൊ ഈ ഒരു ബോർഡ് എന്നോട് വെച്ച് നാളെ വന്ന് നോക്കുകയാണെങ്കിൽ ഫ്യൂ ഡേയ്സ് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് വലിയ റൂം ഫുൾ ആയിട്ടുണ്ടാവും. ഇത് എന്ത് നമ്മൾ ഇന്ന് വെച്ചാലും നാളെ നോക്കിയാലും ഡേ ആഫ്റ്റർ ഡേ നോക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഇതിന്റെ സൈസ് ഇത്ര തന്നെയായിരിക്കും. സോ ദേ ക്യാൻ നെവർ ഗ്രോ, അല്ലെങ്കിൽ അതിന് എന്തുണ്ടാവില്ല, ദേ ഹാവ് നോ ഗ്രോത്ത്. ഓക്കെ. And the third thing is response. They have no response. ഇപ്പോൾ നമ്മൾ ഇവരോട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ ഏൽപ്പിച്ച് വന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്യുമോ? ഇല്ല, എല്ലാം കൊണ്ടു നിൽക്കും. നമ്മളൊരു കല്ല്, ആ കല്ലിനെ പോയി വേറൊരു കല്ലുകൊണ്ട് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു പേപ്പർ നമ്മൾ കീറി കഴിഞ്ഞു, അവിടെ എന്തെങ്കിലും സംഭവിക്കുക, അല്ലെങ്കിൽ ആ പേപ്പർ നമ്മളോട് റിയാക്ട് ചെയ്യുമോ? നെവർ. സോ ദേ ഹാവ് നോ റെസ്പോൺസ്. The third point is no response. Non-living things have no response. And the final point is, and the fourth point, they don't have the ability to reproduce. No reproduction skill. They have no ability to reproduce their animals. നമ്മൾ അതുപോലെ തന്നെ ഇവരെ ഇങ്ങനെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഡസ്റ്റർ ഇവിടെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ കുറെ കാലം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഒരു കുട്ടി ഡസ്റ്റർ നമുക്ക് കിട്ടുമോ? ഇല്ല. സോ നോൺ ലിവിംഗ് തിങ്സിന് എന്തെങ്കിലുള്ള കഴിവില്ല, അവരുടെ യങ് വൺസിന് അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷനെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവില്ല. So the peculiarities and the point of non-living things are they don't have movements, and they have no movements, they have no growth, and they have no response. And so now we are discussing about plants and animals. എന്താണ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്? ഇത് ലിവിംഗ് തിങ്സിൽ വരുന്നതാണ് പ്ലാന്റ്സും ആൻഡ് അനിമൽസ്. ആൻഡ് കമ്മിങ് ടു ദ പ്ലാന്റ്, ഒരു പ്ലാന്റിനെ നോക്കുകയാണെങ്കിൽ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽ? നമ്മളൊരു പ്ലാന്റിനെ എടുത്തു, ഈ പ്ലാന്റിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്താണ്, അറ്റ്മോസ്ഫിയർ എന്നുള്ള ഓക്സിജൻ പ്ലസ് എന്ത് ചെയ്യും, സൺലൈറ്റ് ആൻഡ് വാട്ടർ ആൻഡ് മറ്റ് എക്സെട്ര ഒക്കെ യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. വിച്ച് പ്രോസസ് ഈസ് കോൾഡ് ആസ് ഫോട്ടോസിന്തസിസ്. സോ പ്ലാന്റ്സ് എന്ത് ചെയ്യും, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ, സൺലൈറ്റ്, വാട്ടർ, മറ്റു പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. വിച്ച് പ്രോസസ് ഈസ് നോൺ ആസ് അല്ലെങ്കിൽ കോൾഡ് ആസ് ഫോട്ടോസിന്തസിസ്. ഓക്കെ, അതായത് ഈ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അവർ ആനിമൽസിന് ആവശ്യമായിട്ടുള്ള ഫുഡും കൂടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സിജനും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള, ബ്രീത്ത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫോട്ടോസിന്തസിസിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പ്ലാന്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്മിങ് ടു അനിമൽസ്, എന്താണ് അനിമൽസിന്റെ പ്രത്യേകത? നമ്മൾ പറഞ്ഞു ഇതും എന്താണ്, ലിവിംഗ് തിങ്സിൽ പെട്ടിട്ടുള്ളതാണ് അനിമൽസ്. അനിമൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും? മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഹെർബിവോറസ്. എന്താണ് ഹെർബിവോറസ്? ഹെർബിവോറസ് മീൻസ് നമ്മൾ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റേറിയൻസ്, അതായത് ഗ്രാസ് മാത്രം കഴിക്കുന്ന അല്ലെങ്കിൽ ഷ്രബ്സ് മാത്രം കഴിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെർബിവോറസ് എന്ന് പറയുന്നത്. ദേ ഈറ്റ് ഓൺലി ഗ്രാസ് ആൻഡ് ഷ്രബ്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെർബിവോറസ് എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്, കാർണിവോറസ്. കാർണിവോറസ് മീൻസ് ദേ ഈറ്റ് ഓൺലി മീറ്റ്, അല്ലെങ്കിൽ മീറ്റ് ഈറ്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാർണിവോറസ് എന്ന് പറയുന്നത്. മീറ്റ് ഈറ്റേഴ്സ്. ഏതൊക്കെയാണ് മീറ്റ് ഈറ്റേഴ്സ് ആയിട്ടുള്ളത്? നമ്മളെ എന്താ ഫോറസ്റ്റ് ആനിമൽസ് ആയിട്ടുള്ള ലയൺ ആൻഡ് ടൈഗർ,
ഇങ്ങനെയുള്ള ആനിമൽസ് ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് കാർണിവോറസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നുള്ളത്. നമ്മൾ ഫസ്റ്റിന് എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ വെജിറ്റേറിയൻസ് നമുക്ക് പറയാൻ പറ്റും. കൗ അല്ലെങ്കിൽ ഗോട്ട്, പിന്നെ റാബിറ്റ്, ഇതൊക്കെ എന്താണ് നമ്മളെ ഹെർബിവോറസിൽ വരുന്നതാണ്. ആൻഡ് കാർണിവോറസിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ലയൺ, ടൈഗർ, അവരെന്താണ് മീറ്റ് ഈറ്റേഴ്സ് ആണ്. ആൻഡ് തേർഡ് കാറ്റഗറി ഈസ് ഒംനിവോറസ്. എന്താണ് ഒംനിവോറസ്? Omnivorous means both meat and grass eaters. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഹെർബിവോറസും കാർണിവോറസും കൂടെ ചേർന്നിട്ടുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഒംനിവോറസ് എന്ന് പറയുന്നത്. ദേ വിൽ ഈറ്റ് മീറ്റ് ആൻഡ് ഗ്രാസ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ, അതായത് എന്താ പറയുക, നോൺ വെജിറ്റേറിയനും കഴിക്കും വെജിറ്റേറിയൻസും കഴിക്കുന്ന, എസ്പെഷ്യലി നമ്മൾ ഹ്യൂമൻ ബീങ്സ് അതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് അതിന് എന്ത് പറയാം, വെജിറ്റേറിയൻസും നോൺ വെജിറ്റേറിയൻസും രണ്ടും കഴിക്കുന്നവരെയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഒംനിവോറസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആരെ പറയാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻസ്. അപ്പൊ നമ്മൾ ആനിമൽസിന്റെ കേസിൽ വരുമ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്: ഹെർബിവോറസ്, കാർണിവോറസ് ആൻഡ് ഒംനിവോറസ്. ഹെർബിവോറസ് മീൻസ് ദേ ഈറ്റ് ഓൺലി ഗ്രാസ് ഓർ ഷ്രബ്സ്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, കൗ അല്ലെങ്കിൽ ഗോട്ട്, റാബിറ്റ്, അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. സെക്കൻഡ് കാറ്റഗറി ഈസ് കാർണിവോറസ് വിച്ച് മീൻസ് മീറ്റ് ഈറ്റേഴ്സ്. അവർക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഫോറസ്റ്റ് ആനിമൽ ആയിട്ടുള്ള ടൈഗർ, ലയൺ, അങ്ങനെയുള്ള ആനിമൽസിനൊക്കെ നമുക്ക് അതിന്റെ എക്സാമ്പിൾ ഉൾപ്പെടുത്താം. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഒംനിവോറസ് വിച്ച് മീൻസ് മീറ്റ് ഈറ്റേഴ്സും അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഹെർബിവോറസും രണ്ടും കൂടെ കൂടി ചേർന്ന് കമ്പൈൻ ചെയ്തിട്ടുള്ള കാറ്റഗറിയാണ് ഈ പറയുന്ന ഒംനിവോറസ്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഹ്യൂമൻസിനെ കാൽക്കുലേറ്റ് ചെയ്യാം.